ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك ونعوذ بك منك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم إنا نسألك العفو والعافية. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൻ-നജ്മിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 33 മുതലുള്ള ആയത്തുകളിൽ, അഫറഅയ്ത അല്ലദീ തവല്ല, അഫറഅയ്ത, നീ കണ്ടില്ലേ, നീ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അല്ലദീ തവല്ല, തിരിഞ്ഞു കളഞ്ഞ ഒരുവനെ കുറിച്ച്. വഅഖാ ഖലീലൻ വഅക്ദാ, വഅഖാ ഖലീലൻ, അവൻ കുറച്ച് നൽകുകയും ഒരൽപ്പം ദാനം ചെയ്യുകയും, വഅക്ദാ, പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്തു. ഐൻദഹു, അവന്റെ പക്കലുണ്ടോ, ഇൽമുൽ ഗൈബി ഫഹുവ യറാ, ഇൽമുൽ ഗൈബി, അദൃശ്യജ്ഞാനം, മനുഷ്യർക്ക് അറിയാത്ത അറിവ്, ആളുകൾക്ക് അറിയാത്ത വിജ്ഞാനം അവന്റെ പക്കലുണ്ടോ, ഫഹുവ യറാ, അങ്ങനെ അവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണോ? അഥവാ സമ്പത്ത് കുറച്ചു കൊടുത്ത് പിന്നെ നിർത്തിക്കളഞ്ഞ് തീർന്നു പോകുമെന്ന് പേടിക്കാൻ അള്ളാഹു അങ്ങനെ ചെയ്തേക്കുമെന്ന അറിവ് അവന്റെ പക്കലുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അള്ളാഹു കൊടുത്തവന് ധാരാളം നൽകുകയാണ് ചെയ്യുക. അം ലം യുനബ്ബ, അതല്ല, അവന് വിവരം വന്നു കിട്ടിയില്ലേ, ബിമാ ഫീ സുഹുഫി മൂസാ, മൂസാ നബിയുടെ സുഹുഫിലുള്ള കാര്യത്തെക്കുറിച്ച്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏടിൽ അള്ളാഹു സന്ദേശമായി മൂസാ നബിക്ക് നൽകിയ കാര്യത്തെക്കുറിച്ച് അവന് വിവരം കിട്ടിയില്ലേ? വ ഇബ്രാഹിം അല്ലദീ വഫ, വ ഇബ്രാഹിമ, അതുപോലെ ഇബ്രാഹിമിനും, അല്ലദീ വഫ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ വഫ, അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഏൽപ്പിച്ചത് മുഴുവൻ പൂർണ്ണമായും നിർവഹിച്ചു. അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ റിസാലത്ത് എത്തിച്ചു കൊടുത്തു. അള്ളാഹുവിനെ അനുസരിച്ചു. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചു. വഇദ്ബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിമിനെ അവിടുത്തെ റബ്ബ് ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, അപ്പോൾ അവിടുന്ന് അതെല്ലാം പൂർത്തിയാക്കി. ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമാ, അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം, ഞാൻ താങ്കളെ ജനങ്ങൾക്ക് ഇമാമാക്കുകയാണ്, മനുഷ്യരുടെ നേതാവാക്കുകയാണ്. പരീക്ഷണത്തിന്റെ ഫലം ഇതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ളതുപോലെ, ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമതു ഫിദ്ദീൻ, ക്ഷമയും ഉറച്ച വിശ്വാസവും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത്, ഉയർന്ന പദവി ദീനിൽ ലഭിക്കുക. ശ്രദ്ധിക്കുക, സബറും യഖീനും. സബർ എന്നാൽ ക്ഷമയാണ്. കാരണം ദീനിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന ശഹവാത്തുകളിൽ നിന്ന്, സാമ്പത്തികവും ലൈംഗികവും ഒക്കെ ആയ മോഹങ്ങളിൽ നിന്ന് അതിലൊക്കെപ്പെട്ട് ദീൻ ഉപേക്ഷിക്കാതിരിക്കാൻ സബറാണ് വേണ്ടത്. അൽ യഖീൻ, രണ്ടാമത്തത് ഉറച്ച വിശ്വാസം. ദീനിൽ നിന്ന്, ദീനിലെ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടത് ഉറച്ച വിശ്വാസമാണ്. ശുബ്ഹത്തുകളെ തടുക്കാൻ യഖീൻ വേണം, ശഹവത്തുകളെ തടുക്കാൻ സബറും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ ദീനിന് വലിയ ഇമാമത്ത് ലഭിക്കുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. അദ്ദേഹം സ്വന്തം വക പറഞ്ഞതല്ല, അത് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ഫജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ.
അവർ ക്ഷമിച്ചതിൻ്റെയും അവർ ഉറച്ചു വിശ്വസിച്ചതിൻ്റെയും നമ്മുടെ ആയത്തുകളിൽ അവർക്ക് യഖീനുണ്ടായതിൻ്റെയും ഫലമായി നാം അവരാരാക്കി അഇമ്മതൻ, നേതാക്കന്മാരാക്കി. യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരാക്കി. അഥവാ ഹിദായത്ത് എന്നാൽ അള്ളാഹു കൽപ്പിച്ച മാർഗം മാത്രമാണ്. ജനങ്ങളുടെ ബുദ്ധിയിലോ അവരുടെ വീക്ഷണങ്ങളിലോ തോന്നുന്നത് ഹിദായത്തല്ല. കാരണം ആളുകളുടെ അഖൽ എന്നത് അത് ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ ദീനിലാകട്ടെ സലീമായ ശുദ്ധമായ ബുദ്ധിക്ക് യോജിക്കാത്തത് ദീനിൽ ഒന്നും തന്നെയില്ല. ദീനിൽ ഏതെങ്കിലും കാര്യം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ സഹാബത്ത് പഠിപ്പിച്ചത് എന്താണ്? ഇത്തഹിമു റഅയക്കും, ജനങ്ങളെ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ സംശയിച്ചു കൊള്ളുക. കാരണം നമ്മുടെ അഖിൽ എന്തോ തകരാറുണ്ട് എന്നാണ്. റബ്ബിനോട് ദുആ ചെയ്ത് നന്നായി പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് നീങ്ങും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള മൂസാ നബിക്ക് സുഹഫിൽ അവിടുത്തെ ഏടിൽ അല്ലാഹു നൽകിയ അതിനെക്കുറിച്ചുള്ള വിവരം ഇവന് വന്നു കിട്ടിയിട്ടില്ലേ? എന്താണ് ആ കിതാബുകളിലൊക്കെ അല്ലാഹു പഠിപ്പിച്ച കാര്യം? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, അല്ലാ തസിറു, വഹിക്കുകയില്ല, ഭാരം ചുമക്കുകയില്ല, വാസിറത്തുൻ, ചുമക്കുന്ന ഒരാളും, വിസ്റ ഉഖ്റ, മറ്റൊരുവന്റെ ഭാരം, മറ്റൊരുവന്റെ വിസുർ, മറ്റൊരുവന്റെ പാപഭാരം വേറൊരാൾ വഹിക്കുകയില്ല. വിസുർ എന്നത് പൊതുവെ പാപത്തിന്റെ ഭാരത്തിനാണ് പറയുക. മറ്റൊരുവന്റെ പാപഭാരം മറ്റൊരു ആൾ ഒരിക്കലും വഹിക്കുകയില്ല. മറിച്ച് ഓരോരുത്തരും തന്നെ അവന്റെ പാപം വഹിക്കേണ്ടി വരും. വേറൊരാൾ ഇത് ഏറ്റെടുക്കാൻ ഖിയാമത്ത് നാളിൽ വരികയില്ല. അതുപോലെ അള്ളാഹു പഴയ നബിമാർക്ക് തന്നെ വഹി നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യന് ലഭിക്കുകയില്ല ഇല്ലാ മാ സഅ, അവൻ അധ്വാനിച്ചതെന്തോ അതല്ലാതെ. ഓരോരുത്തരും അവന്റെ അധ്വാനമേ ഉള്ളൂ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ നിന്നാണ് ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു, ഇമാം ശാഫിഈയും അദ്ദേഹത്തെ പിൻപറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മദ്ഹബിലെ പണ്ഡിതന്മാരും ഈ ആയത്തിൽ നിന്നാണ് തെളിവ് പിടിച്ചത് അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, ഖുർആൻ ഓതി അതിന്റെ പ്രതിഫലം ഹദിയ കൊടുത്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല എന്നതിന് ആര്? ഇമാം ഷാഫിഈയും അദ്ദേഹത്തിന്റെ മദ്ഹബിലെ പണ്ഡിതന്മാരും ഈ ആയത്തിൽ നിന്നാണ് തെളിവ് പിടിച്ചത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് അവരുടെ അധ്വാനമോ അവരുടെ പ്രവർത്തനമോ അല്ല, മരിച്ചവരുടെ. വലിഹാദ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്ൻ വലാ ഈമാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനോട് ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ വാക്കുകൊണ്ടോ സൂചന കൊണ്ടോ പോലും ഇത് പഠിപ്പിക്കാതിരിക്കുകയും ചെയ്തത്. വലം യൻഖുൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സഹാബിമാരിൽ നിന്ന് ഒരാളിൽ നിന്നും അങ്ങനെ അവർ ചെയ്തതായി, ഖുർആൻ ഓതി മരിച്ചവർക്ക് അതിന്റെ പ്രതിഫലം ദാനം ചെയ്തതായി, ഹദിയ ചെയ്തതായി വന്നിട്ടില്ല. ഇന്ന് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് പോലെ ഇലാ ഹദറത്തി ഫുലാൻ തുമ്മ ഇലാ ഹദറത്തി ഫുലാൻ തുമ്മ ഇലാ ഹദറത്തി ഫുലാൻ, ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തരുടെ ഹദറത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇതാണ് പഠിച്ചു വെക്കേണ്ട വാക്ക്. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അതൊരു നന്മയായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുന്നേ അവരത് ചെയ്യുമായിരുന്നു. ദീനിലെ ഏത് കാര്യത്തിനും നമുക്കുള്ള പാഠം ഇതാണ്. ഇപ്പൊ ഇതാ റബീഉൽ അവ്വൽ തുടങ്ങി, അപ്പൊ തന്നെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി മദ്ഹ് ഗാനങ്ങൾ, മൗലിദുകൾ, വേറെ പലതും ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ. ലൗ കാന ഖൈറൻ സബഖൂന ഇലൈഹി, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇതൊരു നന്മയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമ്മെക്കാൾ മുൻപേ ഇത് ചെയ്യുമായിരുന്നു. അവര് പഠിപ്പിച്ചതാണ് ദീൻ. അവർക്ക് ശേഷം പടച്ചുണ്ടാക്കപ്പെട്ടത് ദീനല്ല.
അതിന് ബിദ്അത്ത് എന്നാണ് പറയുക. ഉബൈദി ഷിയകൾ കൊണ്ടുവന്ന പുത്തനാചാരമാണ്. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളിൽ തന്നെ പരലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത കടുത്ത ഒരു വിഭാഗമാണ്. ഇസ്ലാമിന് പുറത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ആളുകളാണ് ഇത് കൊണ്ടുവന്നത്. ആരെ പിൻപറ്റിയിട്ടാണ് കൊണ്ടുവന്നത്? യഹൂദി നസ്രാനികളെ. മദീനയിലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫളഹുല്ലാഹ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു, ദുലുമാത്തുൻ ബഅ്ദുഹാ ഫൗഖ ബഅദ്, ഇരുട്ടിന് മുകളിൽ ഇരുട്ട്. കൊണ്ടുവന്നത് ഈ കടുത്ത പഴച്ച ഉബൈദിയാക്കൾ. അവരാരെ കോപ്പി അടിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്? യഹൂദി നസ്രാനികളെ കോപ്പി അടിച്ചതാണ്. നോക്കണം, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അടയാളമായിട്ട് ഇന്ന് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ പേരിൽ പല ശിർക്കും കുഫറും അതിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുക, അവിടുത്തോട് ഇസ്തിഗാസ നടത്തുക. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, അള്ളാഹുവിന്റെ റസൂൽ എന്റെ കൈപിടിക്കുമെന്ന് പറയുക, ഇർതകബത്ത് ഓതുക. ഇതുപോലെയുള്ള ദീനിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്ന ശിർക്കൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധുക്കളായ ജനങ്ങളെ കൊണ്ട് വിവരമില്ലാത്തവരെ ദീനാണെന്ന് പറഞ്ഞത് പഠിപ്പിക്കുന്നു. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇതൊരു നന്മയായിരുന്നുവെങ്കിൽ നമുക്ക് മുന്നേ അവർ ചെയ്യുമായിരുന്നു. ഇതുപോലെ നമ്മൾ പറയേണ്ട കാര്യമാണിത്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ പറയുകയുണ്ടായി, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിഞ്ഞു പോകും. അയാളുടെ പ്രവർത്തനങ്ങൾ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും. ഏതൊക്കെയാണത്? വലദ് സാലിഹി യദ്ഉ ലഹു, അയാൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. ഔ സദഖത്തിൻ ജാരിയത്തിൻ മിൻ ബഅദിഹി, അയാൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു സദഖ, ജാരിയായ സദഖ. ഔ ഇൽമി യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം. നോക്കണം, ഈ ഹദീസിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് കാണാം. മരിച്ചവരോട് സഹായം തേടുക എന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ ഹദീസ് തന്നെ മതി. കാരണം എന്താ? ദുനിയാവിലുള്ളവരെ സഹായിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ പിന്നെ ഈ ഹദീസിന് എന്താ അർത്ഥമുള്ളത്? അവരുടെ അമൽ മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഫഹാദിഹി സലാസതു ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങൾ ഹിയ മിൻ സഈഹി വകദ്ദിഹി വഅമലിഹി, ഇത് 3 അയാളുടെ പ്രവർത്തനം തന്നെയാണ്. ഏതുപോലെ? അള്ളാഹു പറഞ്ഞതുപോലെ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവരുടെ പ്രവർത്തനങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തും. കാരണം ഇത് നിലനിൽക്കുന്ന അമലാണ്. ഏതുപോലെ? വന്ദല്ല അല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരാൾ ഒരു നന്മ കാണിച്ചു കൊടുത്താൽ അത് പിൻപറ്റി ചെയ്യുന്നവരുടെ പ്രതിഫലം അയാൾക്കുണ്ട്, ചെയ്യുന്നവരുടെ തൊട്ടും കുറയാതെ. തിന്മയും അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് അയാൾ കണ്ടു ചെയ്യുന്നവരുടെ കുറ്റം ഉണ്ടാവും. ആദ്യത്തെ കൊലപാതകം നടത്തിയ ആൾക്ക്, ആദമിന്റെ ഒരു മകന്, ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒക്കെ കുറ്റമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം അത് അവന്റെ അമൽ തന്നെയാണ്. അവനാണ് അതിന് തുടക്കം കുറിച്ചത്. അത് നിലനിൽക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കൊണ്ട് ഒരാളൊരു ഷർറ് പഠിക്കരുത്. നമ്മളെ കൊണ്ട് ജനങ്ങൾ ഖൈർ പഠിക്കാൻ നമ്മൾ അതീവ താല്പര്യം കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച കൂട്ടരാണ് മിഫ്താഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകൾ. മിഗ്ലാഖു ശർ, തിന്മ താഴിട്ട് കൂട്ടുന്നവർ. നേരെ തിരിച്ചുള്ള വിഭാഗമുണ്ട്. അതാരാ? മിഫ്താഹുൽ ഷർ, ഷറിന്റെ താക്കോലുകൾ. മിഗ്ലാഖുൽ ഖൈർ, ഖൈർ അടച്ചുപൂട്ടുന്ന, നന്മ തടയുന്ന ആളുകൾ. നസ്അലുല്ലാഹൽ ആഫിയ. അപ്പൊ ഇതുപോലെ വന്നത് യഥാർത്ഥത്തിൽ അവരുടെ അമൽ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അത്യബ മാ അകല റജുലു മിൻ കസ്ബിഹി വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരാൾ തിന്നുന്ന, അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ലതാണ് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം. വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, അവന്റെ സന്താനം അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മക്കൾ ചെയ്യുന്ന സാലിഹായ അമലുകളുടെ പ്രതിഫലം എല്ലാം മാതാപിതാക്കൾക്ക് ലഭിക്കും. 2 കൂട്ടർ മുസ്ലിമീങ്ങളാണെങ്കിൽ ലഭിക്കും. പക്ഷെ അവർക്ക് വേണ്ടി, അവർക്ക് നിയാബത്തായിക്കൊണ്ട് ഈ കാര്യത്തിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ മരിച്ച ആർക്കെങ്കിലും ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്ത് ചെയ്യാൻ പാടില്ല. അവിടുത്തെ ഹദീസുകളിൽ വന്നതുണ്ട്, അത് ചെയ്യാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മാക്ക് മരണപ്പെട്ടു പോയി,
അവർക്ക് വേണ്ടി സദഖ ചെയ്യാമോ നബിയെ? അവർ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ സദഖ ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കാൻ ഒരാൾക്ക് സദഖ കൊടുക്കാം. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇങ്ങനെ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിക്കാൻ 3, 16 ആണ്ട് എന്ന് തുടങ്ങിയ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചാൽ അത് ദീനിലില്ലാത്ത പുത്തൻ ആചാരമായി തീരും. അതുപോലെ അവർക്ക് വേണ്ടി ഹജ്ജ്, ഉംറ തുടങ്ങിയത് നിർവഹിക്കാം. പക്ഷേ ചെയ്യുന്ന ആൾ ആദ്യം തനിക്ക് വേണ്ടി അത് ചെയ്തിരിക്കണം. നേരത്തെ അയാൾക്ക് വേണ്ടി അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ കിട്ടുകയുള്ളൂ. ഇപ്പൊ ഒരാളുടെ കടം മരിച്ച ആളുകൾ കൊടുത്തു വീട്ടിയാൽ അയാളുടേത് വിടും. മരിച്ച ആളുടേത് മറ്റൊരാൾ കൊടുത്തു വീട്ടിയാൽ അയാളുടെ ബാധ്യത വിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ ഖുർആനിലും ഹദീസിലും തെളിവ് വന്നതേ ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറത്ത് ചെയ്യരുത്. ഖുർആൻ ഓതി അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് അയക്കുവാനും തെളിവ് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇതാണ് അല്ലാ തസിറു വസിറതു വിസ്റ ഉഖറ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ വഅന്ന സഅയഹു അവന്റെ അധ്വാനം സൗഫ യുറാ അവന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്, അവനത് കാണുന്നതാണ്. ഓരോരുത്തരും അവരുടെ അമൽ കാണും, നേരിട്ട് കാണും. വവജദു മാ അമിലു ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദ അവരവരുടെ പ്രവർത്തനം നോക്കിക്കാണുന്നതാണ്. നിന്റെ റബ്ബ് ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫാ എന്നിട്ട് യുജ്സാഹു അവന് പ്രതിഫലം നൽകും. അല്ലാഹു അവന് പ്രതിഫലം നൽകും. അൽ ജസാഅൽ ഔഫാ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം. ചെയ്തതിനെന്താണോ അതിന് കണക്കായത്, തിന്മക്ക് അതിന് കണക്കായതേ ലഭിക്കുകയുള്ളൂ. നന്മക്കാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടിയായി നൽകുന്നതാണ്. ഇതെല്ലാം അല്ലാഹു പഴയ നബിമാരെ പഠിപ്പിച്ച് അവരുടെ സുഹഫുകളിൽ തന്നെ ഉള്ള കാര്യമാണ്. അതെന്താണ് ഇവൻ അറിയാതെ പോയത്? കൊടുത്തു പിന്നെ നിർത്തിയവൻ. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ അതുപോലെ തന്നെ നിന്റെ റബ്ബിലേക്കാണ് അൽ മുൻതഹ ഒടുക്കം ആരിലേക്കാണ്? റബ്ബിലേക്കാണ്. എല്ലാവർക്കും തിരിച്ചു പോകാനുള്ളത് റബ്ബിലേക്കാണ്. എല്ലാം അവസാനിക്കുന്നത് റബ്ബിലേക്കാണ്. ചിന്തകൾ പോലും എവിടെ അവസാനിക്കുന്നു? റബ്ബിൽ അവസാനിക്കുന്നു. റബ്ബിൽ അവസാനിക്കണം. കാരണം റബ്ബിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ കിട്ടില്ല. കിതാബിലും സുന്നത്തിലും നമുക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത് നമ്മോടുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്. കാരണം നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്. കാതിനു പരിധിയില്ലേ? കണ്ണുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നോക്കി കാണാൻ കഴിയില്ല. കാതുകൊണ്ട് ഒരു പരിധിക്കപ്പുറമുള്ളതും ഒരു പരിധിക്ക് താഴെയുള്ളതും കേൾക്കാൻ കഴിയില്ല. എന്നതുപോലെ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്. ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? തന്റെ ബുദ്ധിക്ക് പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കിയവനാണ് ഏറ്റവും ബുദ്ധിമാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തായിരുന്നു ഏറ്റവും ബുദ്ധിമാന്മാർ. അതുകൊണ്ടാണ് അവരോട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അവന്റെ അർശിന് മുകളിലാണ്. അവരോട് ഇസ്രാ മിഅ്റാജ് പറയപ്പെട്ടു. അവരോട് ഇന്ന കാര്യങ്ങൾ പറയപ്പെട്ടപ്പോൾ അവരാരും ചോദിച്ചില്ല അതെങ്ങനെ നബിയെ, അതെങ്ങനെയാണ് നബിയെ സംഭവിക്കുക എന്നവർ ചോദിച്ചില്ല. എന്താ കാരണം? അവരേറ്റവും ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്കറിയാം എന്റെ ബുദ്ധിക്ക് പരിധി ഉണ്ടെന്ന്. ജനങ്ങൾ പൊതുവെ സമ്മതിക്കാത്തത് തന്റെ ബുദ്ധിയുടെ കുറവ് മാത്രമാണ്. ഒരാളോട് ചോദിച്ചു നോക്കി, എന്താ എന്റെ കച്ചവടം? അപ്പൊ പറയും കച്ചവടമൊക്കെ മാഷാ അല്ലാഹ് ഉഷാറാണ്, കച്ചവടമൊക്കെ വളരെ പോക്കാണ് അല്ലേ? കച്ചവടക്കാർ പൊതുവെ പറയുന്നത് അങ്ങനെ. എന്താ കുടുംബത്തിന്റെ സ്ഥിതി? ഒന്നും പറയണ്ട, അങ്ങനെ മറ്റോനിങ്ങനെ. എന്താ ആരോഗ്യസ്ഥിതി? ഒന്നും പറയണ്ട, ആകെ രോഗം പിടിച്ച് വിഷമത്തിലാണ്. എന്താ എന്റെ ബുദ്ധിയുടെ സ്ഥിതി? ബുദ്ധി മാഷാ അല്ലാഹ് അതിബുദ്ധിമാനാണ്. ഒരാളും തന്റെ അഖലിന്റെ കുറവ് സമ്മതിക്കുകയില്ല. എന്നാൽ തന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കിയവനാണ് ബുദ്ധിമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ചിന്തകൾ അവസാനിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇമാം തബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ, തഫക്കറൂ ഫി ഖൽഖില്ലാഹ് വലാ തഫക്കറൂ ഫി ദാത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിക്കൂ, എന്നാൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹു അവനെങ്ങനെയാണ് അത് അള്ളാഹു പഠിപ്പിച്ചെന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതിന്റെ അപ്പുറത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ
അർശ് വഹിക്കുന്ന ഒരു മലക്കിന്റെ വലിപ്പം അതിന്റെ ഷഹ്മത്ത് ഉദുന് തൊട്ട് ചുമല് വരെ, ചെവിയുടെ താഴ്ഭാഗം തൊട്ട് ചുമല് വരെ മസീറത്തു 500 ആം, 500 വർഷം വഴി ദൂരമുണ്ട്. കാല് 7ാമത്തെ ഭൂമിയിലാണ്, തലഭാഗം അള്ളാഹുവിന്റെ അർശിനരികിലാണ്. എന്തായിരിക്കും വലിപ്പം? ഇപ്പോൾ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരു പടപ്പ് മാത്രമാണ്, ഒരു സൃഷ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ വലിപ്പം എന്താണ്? അള്ളാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയത്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് എല്ലാം അവസാനിക്കുന്നത്, അവിടെയാണ് അറ്റം. അള്ളാഹുവിന് മേൽ നമുക്കൊരാളോടും ഒന്നും ചോദിക്കാനില്ല. റബ്ബിലേക്ക് എത്താനാണ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ, നമ്മുടെ പഠിത്തവും നമ്മുടെ അമലും എല്ലാം റബ്ബിലേക്ക് എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിൽ. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, അവൻ തന്നെയാണ് ചിരിപ്പിക്കുന്നതെന്നും കരയിപ്പിക്കുന്നതെന്നും അവൻ മനസ്സിലാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചിരിക്കാനും കരയുവാനുമുള്ള പ്രകൃതി അതിൽ പടച്ചത് റബ്ബാണ്. അതിന്റെ കാരണങ്ങൾ നിശ്ചയിച്ചതും റബ്ബാണ്. ഇത് രണ്ടും പരസ്പരം വ്യത്യാസമുള്ള കാര്യമാണ്. അള്ളാഹു ചിരിപ്പിക്കുകയും ചെയ്യുന്നു, അവൻ കരയിക്കുകയും ചെയ്യും. രണ്ടും അവന് സാധിക്കും. വഅന്നഹു ഹുവ അമാത വഅഹ്യ, അവൻ ജീവിപ്പിക്കുകയും, വഅന്നഹു ഹുവ അവനാണ്, അമാത മരിപ്പിക്കുന്നത്, വഅഹ്യ ജീവിപ്പിക്കുന്നത്. ആദ്യത പറഞ്ഞത് മരണം. ഇത് ഖുർആനിൽ വേറെ സ്ഥലത്ത് കാണാം. തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് മരണവും ജീവിതവും പടച്ചത്. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, മരണം എന്നത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്, സൃഷ്ടിയാണ്. തത്വശാസ്ത്രത്തിന്റെ ഫിലോസഫിയുടെ ഇൽമുൽ കലാമിന്റെ ആളുകൾ പറയും മരണം എന്നാൽ അത് ജീവനില്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനല്ല, മറിച്ച് മരണം എന്നത് സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ. ജീവൻ കഴിഞ്ഞാൽ മരിക്കുന്നതോടെ അവൻ വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മരണം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, മഖ്ലൂഖാണത്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ സ്വർഗത്തിനും നരകവാസികൾ നരകത്തിനുമായാൽ കറുപ്പും വെളുപ്പും നിറമുള്ള ഒരാടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ. അവരെല്ലാവരും ഒരൽപ്പം പേടിയോടെ പുറത്തേക്ക് നോക്കുന്നതാണ്. ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാനിട്ടായിരിക്കുമോ? നരകക്കാർ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കും, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിരിക്കുമോ? എന്നിട്ട് അതിനെ അറുക്കും. എന്നിട്ട് പറയും ഖുലൂദുല്ല മൗത്ത്, ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. അപ്പോൾ സ്വർഗക്കാർക്ക് അവരുടെ സന്തോഷത്തിനുമേൽ സന്തോഷം അധികരിക്കും, നരകക്കാർക്ക് അവരുടെ സങ്കടത്തിനും നിരാശക്കും മേൽ വീണ്ടും വ്യസനവും നിരാശവും അധികരിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവനാണ് മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും. മരണത്തെ നമ്മൾ ഓർക്കാൻ കൂടി അള്ളാഹു ആദ്യം അതിനെ പറഞ്ഞിരിക്കുന്നു. വഅന്നഹു, അവനാണ്, അവൻ തന്നെയാണ് ഖലഖ അസ്സൗജൈനി, രണ്ട് ഇണകളെ പടച്ചത്, അസ്സഖറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും. ഇതൊന്നും ഇവൻ മനസ്സിലാക്കിയില്ലേ എന്നാണ് നേരത്തെ ആയത്തിനോട് ചേർത്താൽ നമുക്ക് കിട്ടുന്ന അർത്ഥം. നോക്കൂ, അള്ളാഹു വിരുദ്ധ സ്വഭാവങ്ങളിലുള്ള കാര്യങ്ങൾ പടച്ചത്. അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, അവൻ ചിരിപ്പിക്കുന്നു, കരയിക്കുന്നു. അവൻ ആണിനെയും പെണ്ണിനെയും പടച്ചു. മിൻ നുത്ഫത്തിൻ ഇദാ തുംന, മിൻ നുത്ഫ, ഒരു ബീജഗണത്തിൽ നിന്ന്, ഇദാ തുംന, അത് സ്രവിക്കപ്പെട്ടപ്പോൾ, അഥവാ സ്രവിക്കപ്പെടുമ്പോൾ അത് മനിയാണ്. മനിയിലെ ചെറിയൊരംശം മാത്രമാണ് നുത്ഫ. നോക്കണം, ഇത് ആധുനിക കാലത്ത് മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസിൽ എന്ന പ്രവൃത്തിയെ കുറിച്ച് ചോദിച്ചു. അഥവാ കുഞ്ഞുണ്ടാകാതിരിക്കാൻ ബീജം പുറത്തേക്ക് വരുന്നതിന് മുൻപ് പുരുഷന്റെ അവയവം പുറത്തേക്ക് എടുക്കുക, അതാണ് അസിൽ എന്ന് പറയുക. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ലൈസ മിൻ കുല്ലിൽ മനിയി, എല്ലാ മനിയിൽ, മുഴുവൻ മനിയിൽ നിന്നുമല്ല കുഞ്ഞുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി വാസി ചെയ്ത ഹദീസിൽ കാണാം. മറിച്ച് അതിൽ നിന്ന് ഒരംശത്തിൽ നിന്ന് മാത്രമാണ് കുഞ്ഞുണ്ടാവുക, അള്ളാഹുവിന്റെ ഖദറനുസരിച്ച്. അപ്പൊ നോക്കൂ, ഇതുപോലെ അള്ളാഹു പറഞ്ഞു മിൻ നുത്ഫത്തിൻ, നുത്ഫയിൽ നിന്ന്, ഇദാ തുംന, അത് മനിയായി സ്രവിക്കപ്പെട്ടാൽ,
മനിയിലെ ഒരു അംശം മാത്രമാണ് നുത്ഫ, ബീജം എന്നത്. ശുക്ലത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നുത്ഫ. അതിൽ നിന്ന് അള്ളാഹു ആണിനെയും പെണ്ണിനെയും പടക്കുന്നു. ഒന്നിൽ നിന്ന്, ഒരേ ബീജത്തിൽ നിന്ന്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ആണാകുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പെണ്ണാകുന്നു. വഅന്ന അലൈഹി, അവന്റെ മേൽ ഉള്ളതാണ്, അഥവാ അള്ളാഹു അവന്റെ മേൽ ബാധ്യതയായി ഏറ്റിട്ടുള്ളതാണ് അന്നശ്അത്തുൽ ഉഖ്റാ, രണ്ടാമത്തെ സൃഷ്ടിപ്പ്. നശ്അ എന്ന് പറഞ്ഞാൽ പടച്ച് വളർത്തിക്കൊണ്ടുവരിക. അൽ ഉഖ്റാ രണ്ടാമത്തെ, മറ്റുള്ള ഈ ആദ്യത്തേത് കഴിഞ്ഞ് അവസാനത്തെ വീണ്ടും അള്ളാഹു ജീവിപ്പിക്കുക എന്നത് അവന്റെ മേൽ അവൻ ഏറ്റിട്ടുള്ള കാര്യമാണ്. അവനത് വളരെ എളുപ്പമാണ്. ആദ്യം പടച്ച റബ്ബിന് രണ്ടാമത് പടക്കാൻ യാതൊരു പ്രയാസവുമില്ല. ആരാണ് രണ്ടാമത് എല്ലുകൾ നുരുമ്പിപ്പോയതിനു ശേഷം അതിനെ സൃഷ്ടിക്കുക? ആദ്യം ആരാണോ ഇതിനെ പടച്ചത് അവനാണ്. എല്ലാ സൃഷ്ടിയെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് റബ്ബ്. അവൻ തന്നെയാണ് അഗ്ന വ അഖ്ന, ഗിന നൽകുന്നത്. ഗിന എന്നാൽ സമ്പത്ത് നൽകുന്നത്. വ അഖ്ന, അഖ്ന എന്നാൽ മുൻഗാമികളായ മുഫസ്സിറുകൾ അതിന് വിശദീകരണം പറഞ്ഞത് കാണാം. അഖ്ദമ, അഥവാ സമ്പത്ത് നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, ഉപയോഗിക്കാൻ കഴിയണ്ടേ. അത് ഉപയോഗയോഗ്യമാക്കിയത്, ഉപയോഗിക്കാൻ സൗകര്യപ്പെടുത്തി തരുന്നത് അള്ളാഹു ആണെന്നും അവൻ അറിയുന്നില്ലേ? സമ്പത്ത് നൽകുന്നതും അത് ഉപയോഗിക്കാൻ സൗകര്യപ്പെടുത്തുന്നതും റബ്ബാണെന്ന് അവൻ അറിയുന്നില്ലേ? വഅന്നഹു ഹുവ റബ്ബു ശിഅറാ, വഅന്നഹു ഹുവ, അള്ളാഹു അവൻ തന്നെയാണ് ഷിഅറായുടെ റബ്ബ് എന്നും. ഷിഅറ എന്നാൽ ഒരു നക്ഷത്രത്തിന്റെ പേരാണ്. ജാഹിലിയത്തിൽ മുശ്രിക്കുകളിലെ ചില വിഭാഗങ്ങൾ ആരാധിച്ചിരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണത്. ഷിഅറ എന്നു പേരുള്ള നക്ഷത്രം. അള്ളാഹു ആണ് അതിന്റെ റബ്ബെന്ന് അവൻ അറിഞ്ഞില്ലേ? വഅന്നഹു, അതുപോലെ അവൻ തന്നെയാണ് അഹ്ലക, നശിപ്പിച്ചത്, ആദൻ അൽ ഊല. വഅന്നഹു അഹ്ലക ആദനിൽ ഊല, വഅന്നഹു അഹ്ലക ആദനിൽ ഊല. ആദ് സമുദായത്തെ അവനാണ് നശിപ്പിച്ചത്. അൽ ഊല, ഊല എന്നാൽ ആദ്യത്തെ, അഥവാ മുൻ തലമുറകളിൽപ്പെട്ട തലമുറയാണ് ആദ് സമുദായം. ആദ് സമുദായം വളരെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് ശേഷം പിന്നീട് വന്ന ഗോത്രമാണ് ആദ് സമുദായം. അവനെ നശിപ്പിച്ചവനാണ് അള്ളാഹു എന്ന് അതിവൻ അറിഞ്ഞില്ലേ? വസമൂദ, അതുപോലെ സമൂദ് ഗോത്രത്തെയും ഫമാ അബ്ഖാ, അവൻ അവരെ ഒട്ടും ബാക്കിയാക്കിയില്ല, പൂർണ്ണമായും നശിപ്പിച്ചു. ആദ് സമുദായത്തിലേക്കാണ് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. സമൂദ് ഗോത്രത്തിലേക്കാണ് ആര് വന്നത്? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. വഖൗമ നൂഹിൻ, അതുപോലെ നൂഹ് നബിയുടെ ഖൗമിനെയും, നൂഹ് നബിയുടെ സമുദായത്തെയും അള്ളാഹു നശിപ്പിച്ചു. മിൻ ഖബൽ, അതിനു മുൻപ്, അഥവാ ആദിനും സമൂദിനും എല്ലാം മുൻപ്. ഇന്നഹും കാനു, തീർച്ചയായും അവരായിരുന്നു. ഇന്നഹും കാനു ഹും, തീർച്ചയായും അവർ ആയിരുന്നു. അദ്ലമ വ അത്ഗ, അദ്ലമ അങ്ങേറ്റം അക്രമികൾ, വഅത്ഗ അങ്ങേറ്റം അതിക്രമകാരികൾ, തുഗ്യാനിന്റെ ആളുകളായിരുന്നു അവർ. കാരണം എന്താ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സുദീർഘമായ 950 വർഷങ്ങൾ അവരിൽ കഴിച്ചുകൂട്ടി. അവരെ ഉപദേശിച്ചു, അവരെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടും സ്വീകരിക്കാത്ത അത്രയും ധിക്കാരികളും അക്രമികളുമാണ് അവർ. അതുകൊണ്ടാണ് അവരെന്തു പറഞ്ഞത്? അദ്ലമ വഅത്ഗ, അദ്ലമ വഅത്ഗ. വൽമുഅ്തഫികത അഹ്വാ, വൽമുഅ്തഫിക, മുഅ്തഫിക എന്നാൽ കീഴ്മേൽ മറിക്കപ്പെട്ടവർ, മഖ്ലൂബ്, അതാണ് മുഅ്തഫിക. അഹ്വാ, അള്ളാഹു അവരെ താഴേക്ക് വീഴ്ത്തി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, സദൂം ഗോത്രം, സ്വർഗരതിയുടെ ആളുകളായിരുന്നു അവർ. അതിൽ മതിമറന്നുപോയ, അതൊരു തെറ്റേ ആയിരുന്നില്ല അവർക്ക്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഗതിയുടെയും നവോത്ഥാനത്തിന്റെയും ഒക്കെ അടയാളമാക്കി ഇതിനെ പഠിപ്പിക്കാൻ അങ്ങേയറ്റം വൃത്തികെട്ട ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല ചാനലുകളും അതിലെ അവതാരകരും അതുപോലെ സമൂഹത്തിലെ വലിയ സ്ഥാനമുണ്ടെന്ന് പറയുന്ന ആളുകളും ഒക്കെ സഹോദരങ്ങൾ ഇതിന്റെ പിന്നിലാണ്. എത്ര മോശമായ അവസ്ഥയാണ്!
ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അതിനെതിരെ ഒരാൾക്ക് പറയാൻ സാധിക്കില്ല, അവനെതിൽ കേസെടുക്കുന്ന അവസ്ഥ വരും. അതിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ എല്ലാവരുടെയും നന്മക്കാണ്. ഇതുപോലെ തിന്മക്കൊക്കെ കൊടപിടിക്കാൻ നിന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ നശിക്കുന്നത് ഇത് ഉപദേശിക്കുന്നവരായിരിക്കുകയില്ല. ശിക്ഷ എല്ലാവർക്കുമാണ് വരിക. നിങ്ങളൊരു ശിക്ഷയെ സൂക്ഷിക്കുക. അത് വന്നാൽ അത് അക്രമികൾക്ക് മാത്രമായിട്ടല്ല ഉണ്ടാവുക, എല്ലാവരും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഇതുപോലെ തിന്മകൾ അത് നന്മകളാക്കി മാറ്റാൻ, അല്ല അതിനെ എതിർക്കുന്നവരെ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാക്കി ചിത്രീകരിക്കുന്ന അപകടകരമായ അവസ്ഥ ഇത് നാശത്തിലേക്കാണ്. ഇത് മുഴുവൻ എല്ലാം നശിക്കുക എന്നതിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക. കാരണം നാളെ എന്തൊക്കെ പറയും ചിന്തിച്ചു നോക്കി. ഇത് ന്യായീകരിക്കുന്ന ആളുകൾ നാളെ പരസ്പരം രക്തബന്ധമുള്ള ആളുകൾ അവർ തമ്മിലും ഇതൊക്കെ ഹലാലാണെന്ന് ആളുകൾ പറയും. അതും സ്വാതന്ത്ര്യമാകും. അതും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകും. അവനവന്റെ കുടുംബത്തിലൊന്നും നോക്കട്ടെ, സഹിക്കുമാരെങ്കിലും അവനവന്റെ മക്കൾക്ക് അവരുടെ കാര്യത്തിൽ ഇത് ബുദ്ധിയുള്ള ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. മറിച്ച് കാലികളെക്കാൾ ബലാലത്തിലേക്ക്, അവരുള്ള വഴികേടിലേക്ക് ബുദ്ധിയുള്ള മനുഷ്യനെ കൊണ്ടുപോകാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത്. പുരോഗതിയാണത്രേ, മുന്നോക്കമാണത്രേ. അള്ളാഹു നമ്മെ ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും എല്ലാ മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വൽമുഅ്തഫികത്ത് അഹ്വ. അള്ളാഹു അവരെ നശിപ്പിച്ചു. ഒരു ഖൗമിനെയും അള്ളാഹു ഇങ്ങനെ നശിപ്പിച്ചിട്ടില്ല എന്നാണ്. മുകളിലേക്ക് തഫ്സീറുകളിൽ കാണാം അവരെടുത്തിട്ട് ജിബ്രീൽ ചിറക് കൊണ്ട് ആ നാടിനെ ഒന്നാകെടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി ആകാശത്തെ മലായിക്കത്ത് അവരുടെ ഗ്രാമത്തിലെ നായ്ക്കളുടെ കൊരയും കഴുതയുടെ ശബ്ദമൊക്കെ കേട്ടു. എന്നിട്ട് മറിച്ചിട്ട് താഴെ കിട്ടു. അതിന്റെ മേൽ കല്ലുകൾ വർഷിച്ചു. ഇത്രയും ഭീകരമായ ശിക്ഷ അള്ളാഹു വേറൊരു വിഭാഗത്തിന് നൽകിയിട്ടില്ല. കാരണം അള്ളാഹു നിശ്ചയിച്ച ശുദ്ധ പ്രകൃതി അവർ മാറ്റിമറിച്ചു. പുരുഷനും സ്ത്രീയും തമ്മിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയാണ് ഇണകളാക്കി പടച്ചത്. അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ, പുരുഷനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അതീവ കോപമുള്ള അങ്ങേയറ്റം മോശമായ കാര്യമാണത്. ഫഗശ്ശാഹ മാ ഗശ്ശ. ഫഗശ്ശാഹ എന്നിട്ട് അവരെ മൂടി. മാ ഗശ്ശ മൂടിയതെന്തോ അത് മൂടി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിച്ചു എന്ന് മാത്രമല്ല, പിന്നെ അതിനുമേൽ അള്ളാഹു കല്ല് മഴ പെയ്യിച്ചു. അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചു. മൂടി എന്ന് പറഞ്ഞാൽ മിനൽ ഹിജാറത്തി അല്ലതി അർസലഹ അലൈഹിം. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത് കാണാം, വഅംതർന അലൈഹിം മതറ. നാം അവരുടെ മേൽ ഒരു മഴ പെയ്യിച്ചു. ഫസാഅ മതറുൽ മുൻദരീൻ. താക്കീത് നൽകപ്പെട്ട ആ ആളുകൾ, അതനുസരിക്കാതെ ധിക്കാരത്തിൽ തുടർന്ന ആളുകൾക്ക് അവരുടെ മേൽ പെയ്ത മഴ എത്ര മോശമാണ്. ശിക്ഷയുടെ കല്ലിന്റെ മഴയാണത്. فبأي آلاء ربك تتمارى. فبأي آلاء ربك. അപ്പോൾ നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെ കുറിച്ചാണ് തതമാറ നീ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു ഈ വ്യക്തമായ സന്മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതവന്റെ വലിയ നിഅമത്തുകളിൽ അനുഗ്രഹങ്ങളിൽപ്പെട്ട കാര്യമാണ്. അവൻ നമ്മെ വഴികേടിൽ അയച്ചുവിട്ടില്ല. അവൻ നമ്മെ ഇരുട്ടിൽ തള്ളിയില്ല. മറിച്ച് വ്യക്തമായ മാർഗം, അവനിലേക്ക് എത്താനുള്ള ശരിയായ മാർഗം അവന്റെ കിതാബുകളിലൂടെ, അവന്റെ റസൂലുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നീ നിഷേധിക്കുന്നത്? ഹാദാ നദീറും മിനൻ നുദുരിൽ ഊലാ. ഇതാ ഈ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നദീറുൻ, താക്കീതുകാരനാണ്. മിനൻ നുദുരിൽ ഊലാ, പഴയകാല താക്കീതുകാരിൽപ്പെട്ട ഒരു താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ നബിയല്ല. അള്ളാഹു പറഞ്ഞെന്താണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയെ, താങ്കൾ റസൂലുകളിൽ പെട്ട ആൾ തന്നെയാണ്. ഇവർ പറയുന്നത് പോലെ ഭ്രാന്തനോ സാഹിറോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലാണ്. മാത്രമല്ല റസൂലുകളിൽ ഒരു റസൂലാണ്. പുതിയൊരു റസൂലല്ല. താങ്കൾക്ക് മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ പഠിപ്പിച്ച അതേ ദീനാണ് താങ്കൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു അവരെ കാത്തതുപോലെ താങ്കളെയും കാക്കും. താങ്കൾ അനുസരിച്ചവർക്ക് മുൻകാല നബിമാരനുസരിച്ചതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
വലിയ പ്രതിഫലം നൽകും. താങ്കളെ ധിക്കരിച്ചവർക്ക്, മുൻകാല നബിമാരെ ധിക്കരിച്ചവർക്കുണ്ടായതുപോലെ അള്ളാഹു വലിയ ശിക്ഷ നൽകും. അതാണ് ഹാദാ നദീറും മിനൻ നുദുരിൽ ഊലാ. നോക്കൂ, നബിയെ അള്ളാഹു താക്കീതുകാരൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉദാഹരണം ഇതിന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ നല്ല ഉദാഹരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ പോലെയാണ് അയാൾ. ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം, ഒരാൾ തന്റെ ജനതയെ ആക്രമിക്കാൻ വരുന്ന ഒരു വലിയ സൈന്യത്തെ കണ്ടു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഈ നാട്ടുകാരോട് പറഞ്ഞു, അനന്നദീറുൽ ഉറിയാൻ. അനന്നദീറുൽ ഉറിയാൻ. ഉറിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ഉടുക്കാത്ത താക്കീതുകാരനാണ്. എന്താ പ്രയോഗത്തിന്റെ അർത്ഥം? ഈ തന്റെ ജനങ്ങളെ ആക്രമിക്കാൻ, അവരെ നശിപ്പിക്കാൻ വരുന്ന ആളുകളെ കണ്ട് മുഴുവൻ വസ്ത്രം പോലും ഇദ്ദേഹം ധരിക്കാൻ മറന്നു. ഓടിയിട്ട് അവരെ താക്കീത് ചെയ്യാണ്, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ പോകുന്നു, രക്ഷപ്പെട്ടോളൂ. അങ്ങനത്തെ താക്കീതുകാരനാണ് ഞാൻ. ആ താക്കീതുകാരനനുസരിച്ച് അദ്ദേഹത്തിൽ വിശ്വസിച്ച് അപ്പോൾ യാത്ര പുറപ്പെട്ട് പോയ ആളുകൾ മെല്ലെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ നിഷേധിച്ച് അവിടെ തുടർന്ന ആളെ ഇവർ വന്ന് സമ്പൂർണമായും നശിപ്പിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിന് ഉദാഹരണമായി അവിടുന്ന് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഹാദാ നദീറും മിനൻ നുദുരിൽ ഊലാ. താക്കീതുകാരനാണ്. ഈ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാത്തവന് ശിക്ഷ വരും, അവൻ നശിപ്പിക്കപ്പെടും. ഈ റസൂലിന്റെ വാക്ക് അനുസരിച്ചവന്, ആ നബി കൊണ്ടുവന്ന ദീൻ അനുസരിച്ചവനാണ് രക്ഷയുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത് കാണാം. കാരണം എന്താണ്? ആ ശിക്ഷ അടുത്തെത്തി. ആസിഫത്തിൽ ആസിഫ, അതാണ് തൊട്ടടുത്ത ആയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. എന്താണ് കാരണം? ആസിഫത്ത്, അടുത്തെത്തിയിരിക്കുന്നു. എന്തടുത്തെത്തിയത്? അൽ ആസിഫ, അടുത്തുള്ള കാര്യം അടുത്തെത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ചിന്തനീയമായ പ്രയോഗമാണ്. കാരണം ഖിയാമത്ത് നാൾ അത് അടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് വിരലുകൾ ചൂണ്ടി ഉയർത്തിയിട്ട് പറഞ്ഞു, അന ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ. ഞാൻ നിയോഗിക്കപ്പെട്ടതും ഖിയാമത്ത് നാളും തമ്മിൽ ഇതാ ഇങ്ങനെയാണ്. ഖിയാമത്ത് നാളിന്റെ വമ്പിച്ച അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. കാരണം ഇത് അവസാനത്തെ നബിയാണ്, ഇനിയൊരു നബി വരാനില്ല. ഇത് അവസാനത്തെ ഉമ്മത്താണ്, ഇനിയൊരു ഉമ്മത്ത് വരാനില്ല. ഇവരിലാണ് ഖിയാമത്ത് സംഭവിക്കുക. അപ്പൊ അത് തന്നെ ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ലക്ഷണമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതുകാരനാണ്. ഖിയാമത്ത് നാളിന് അടുത്തത് എന്ന് ഖുർആനിൽ അല്ലാഹു വേറെ സ്ഥലത്ത് പറഞ്ഞത് കാണാം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു, അവരുടെ ഹിസാബ് അടുത്തെത്തി. വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, എന്നാൽ അവർ അശ്രദ്ധയിൽ തിരിഞ്ഞു കളയുകയാണ്. അവർക്ക് അശ്രദ്ധയാണ്, അവർ ചിന്തിക്കുന്നില്ല. ചില മുൻഗാമികൾ പറയുകയുണ്ടായി, എനിക്ക് ആലോചിച്ചിട്ട് ചില സമയത്ത് ഞാൻ ചിരിച്ചു പോകുന്നു. മനുഷ്യന്റെ അവസ്ഥ എന്താണ് കാരണം? അവൻ അശ്രദ്ധനായി കഴിയുന്നു, പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല അവന്റെ കാര്യത്തിൽ റബ്ബ് അശ്രദ്ധനല്ല. അവൻ അശ്രദ്ധയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ചില മനുഷ്യന്റെ അവസ്ഥകളുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് തീരെ ബുദ്ധി ഇല്ലാത്തതുപോലെ, അവൻ ഈ ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയ അവൻ തീരെ ബുദ്ധി ഇല്ലാത്തതുപോലെ പ്രവർത്തിക്കുന്നു. അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, തിരിച്ചറിയുന്നില്ല. തൊട്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ട്, അവൻ കുറെ ആളുകളെ ഖബറടക്കിയിട്ടുണ്ട്. ഒരുപാട് ഖബറുകൾ അവൻ കാണുന്നു. ഇന്നലെ അവരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് കാണുന്നില്ല. മുമ്പ് ഈ വഴിയിൽ നടന്നവർ, ഈ ഭൂമിയിൽ താമസിച്ചവർ, അവരെ കാണുന്നില്ല. എന്നിട്ട് അവൻ ജീവിക്കുന്നത് എങ്ങനെ? എല്ലാ കാലത്തും കൂടെ ജീവിക്കുന്നത് പോലെ. മരണം മാത്രം മതി അവന് ഉപദേശകനായി, വായവായി. മരണം തന്നെ ധാരാളമാണ്. ഖിയാമത്ത് നാൾ അടുത്താണ്. കാരണം എന്താ? വരുമെന്നുറപ്പുള്ളതൊക്കെ അടുത്താണെന്നാണ്. വരുമെന്നുറപ്പുള്ള കാര്യമൊക്കെ അടുത്താണ് എന്നതാണ്. അതൊക്കെ കാരണം വരിക തന്നെ ചെയ്യും. ഇനിയിപ്പോ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ലൈസ ലഹാ, അതിനില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, കാശിഫത്തുൻ. കാശിഫത്തുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തടുക്കുന്നവരായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഖിയാമത്തിനെ തടുക്കാൻ ആരുമില്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, ലാ യദ്ഫഉഹാ ഇദൻ, അത് വന്നാൽ അതിനെ തടുക്കുകയില്ല. മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ അഹദുൻ, ഒരാളും, റബ്ബല്ലാത്ത ഒരാൾക്കും അതിനെ തടുക്കാൻ സാധ്യമല്ല. അള്ളാഹു അത് കൊണ്ടുവന്നാൽ മറ്റൊരാൾക്കും അതിനെ തടുക്കാൻ സാധ്യമല്ല. വലാ യത്തലു അലാ ഇൽമിഹാ സിവാഹ്, അവനല്ലാതെ മറ്റാൾക്കും അത് എന്നു വരുമെന്നും അറിയുകയില്ല.
അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, അഫമിൻ ഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെക്കുറിച്ചാണോ തഅജബൂൻ, നിങ്ങൾ അത്ഭുതം കൂറുന്നത്? ഇതിനെക്കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അതായത് മിൻ അൻ യകൂന സഹീഹ, ഇത് ശരിയാകും എന്നതിൽ അത്ഭുതമോ? പിന്നെന്താ ശരി? പിന്നെന്താണ് ശരി? അള്ളാഹു അവന്റെ കിതാബുകളിലൂടെ പഠിപ്പിച്ച, ഏറ്റവും സത്യസന്ധനാണെന്ന് ശത്രുക്കൾ പോലും പറഞ്ഞ റസൂലുകൾ പഠിപ്പിച്ച ഈ സത്യം, ആഖിറത്താകുന്ന സത്യം, ഇതിലാണോ അത്ഭുതം? പിന്നെ ഏതാണ് സത്യം? അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ, തദ്ഹഖൂന നിങ്ങൾ ചിരിക്കുന്നുവോ, വലാ തബ്കൂൻ നിങ്ങൾ കരയുന്നില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ ചിരിച്ചു തള്ളുക, പരിഹസിച്ച് ചിരിക്കുക എന്നത് ഇവരുടെ സ്വഭാവമാണ്. വലാ തബ്കൂൻ നിങ്ങൾ കരയുന്നില്ലേ? കാരണം അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അതിലുള്ള ഈമാൻ കൊണ്ട് കണ്ണു നിറയുക, കരയുക എന്നത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വയഖിറൂന ലിൽ അസ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലാ തബ്കൂൻ നിങ്ങൾ കരയുന്നില്ലല്ലോ. കാരണം അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ പരിഹസിച്ച് ചിരിക്കുക കുഫാറുകളുടെ സ്വഭാവമാണ്. അത് കേട്ടാൽ കണ്ണുനീരൊഴുക്കുക എന്നത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ കരയും, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കരയുക പല ആളുകൾക്കും അനുഭവമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അവരിൽ പലരും കരയുന്നത് കാണാം. കാരണം ഹക്ക് മനസ്സിലാക്കിയ കണ്ണീർ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടപ്പോഴുള്ള കണ്ണീർ. നജ്ജാശി സൂറത്തു മറിയം കേട്ടപ്പോൾ നസ്രാനിയായിരിക്കെ അത് കേട്ടപ്പോൾ കരഞ്ഞതായി ഹദീസുകളിൽ കാണാം എന്നതുപോലെ അത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ അതിനെ നരകം സ്പർശിക്കുകയില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വതദ്ഹഖൂന വലാ തബ്കൂൻ, അള്ളാഹുവിനെ ഓർത്തിട്ടോ അവന്റെ ദീനിനെ ഓർത്തിട്ടോ ഖുർആൻ കേട്ടിട്ടോ ഒരിക്കലും നരകത്തെ ഓർത്തിട്ടോ ഒരിക്കലും നമുക്ക് കണ്ണീര് വരുന്നില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നിന്റെ കൽബിനെ ഓർത്ത് കരഞ്ഞോ എന്നാണ്. നിന്റെ കൽബിനെ ഓർത്ത് കരഞ്ഞോളൂ. കാരണം കൽബ് അത്രയും കടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കലും അത് കണ്ണുനീർ വരാതിരിക്കുക എന്നത്. നസ്അലുല്ലാഹൽ ആഫിയ. വഅൻതും സാമിദൂൻ, വഅൻതും സാമിദൂൻ. സാമിദൂൻ എന്നാൽ പാട്ടുപാടുക എന്ന് അതിനർത്ഥമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അങ്ങനെ ഒരു തഫ്സീർ വന്നത് കാണാം. അതുപോലെ അഹങ്കരിക്കുക, അവഗണിക്കുക, അശ്രദ്ധമായി അതിൽ നിന്ന് തിരിഞ്ഞു കളയുക, ഇതിനൊക്കെയും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വഅൻതും സാമിദൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഖുർആൻ കേട്ടാൽ അത് ശ്രദ്ധിക്കാതിരിക്കാൻ പാട്ടുപാടുകയും അതിനെ അവഗണിക്കുകയും അശ്രദ്ധയിൽ കഴിയുകയുമാണോ? ഇതൊക്കെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അവർ തന്നെ പറഞ്ഞത് കാണാം. قال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, മറിച്ച് അത് കേട്ടാൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കുക, ഒച്ച ഇട്ട് ജയിക്കുക എന്ന് മുശ്രിക്കുകൾ പറഞ്ഞതായി സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫസ്ജുദു ലില്ലാഹി വഅ്ബുദു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യുകയും വഅ്ബുദു അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഇത് സജദയുടെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്യാൻ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ഇതാണ്. കാരണം ഇത് മക്കിയായ സൂറത്തുകളിൽ ഒന്നാണ്. തിലാവത്തിന്റെ സുജൂദ് അത് മുസ്തഹബായ കാര്യമാണ്. ഒരാൾക്കത് ചെയ്യുക എന്നത് പുണ്യകരമായ കാര്യമാണ്. ഒരാളത് ഒഴിവാക്കിയാൽ അത് തെറ്റല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടും ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ഇമാം സുജൂദ് പോയാൽ മാത്രമേ നമ്മൾ പോകേണ്ടതുള്ളൂ. അതുപോലെ ഒരാൾ ഖുർആൻ ഓതുന്നു, നമ്മളത് കേൾക്കുന്നു. അപ്പൊ സുജൂദിന്റെ ആയത്ത് അയാൾ ഓതിയാൽ അയാൾ സുജൂദ് ചെയ്തെങ്കിലേ കേൾക്കുന്നവന് എന്ത് ചെയ്യേണ്ടതുള്ളൂ? സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. അതേസമയം ഓതുന്ന ആൾക്ക് അത് അയാളുടെ സൗകര്യം പോലെ. അതേസമയം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഓതുന്ന ആള് ചെയ്താൽ നമ്മൾ സുജൂദ് ചെയ്യുക. കാരണം ഇമാമിനെ പോലെയാണ് ആ വിഷയത്തിൽ അയാൾ. ഹദീസുകളിൽ കാണാൻ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സജദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നജ്ം,
സൂറത്തു നജ്മിലെ ഈ ആയത്തോതി നബി സുജൂദ് ചെയ്തു. വസജദ മഅഹുൽ മുസ്ലിമൂന വൽ മുശ്രികൂന വൽ ജിന്നു വൽ ഇൻസ്. ഈ ആയത്ത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ജിന്നും ഇൻസും അഥവാ മനുഷ്യരും ജിന്നുകളും എല്ലാം സുജൂദ് ചെയ്തു. കാരണം ഈ ആയത്തിന്റെ ശക്തി കൊണ്ട്, അതിന്റെ ഈ ആയത്തിൽ വന്ന കൽപ്പനയുടെ ശക്തി കൊണ്ട് ഇത് കേട്ടപ്പോൾ മുശ്രിക്കുകൾ വരെ അറിയാതെ സുജൂദ് ചെയ്തു പോയി എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാം. അള്ളാഹുവിന് മാത്രമേ ഒരു മുഅ്മിൻ സുജൂദ് ചെയ്യുകയുള്ളൂ, അവനെ മാത്രമേ ഒരു മുഅ്മിൻ ആരാധിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും തല കുനിക്കാൻ നമുക്ക് പാടില്ല. അത് ബഹുമാനത്തിന്റെ സുജൂദാകട്ടെ, അഭിവാദ്യത്തിന്റെ സുജൂദാകട്ടെ, കാൽ തൊട്ട് വണങ്ങുക, തല കുനിച്ച് അഭിവാദ്യം ചെയ്യുക. ചില ആയോധന കലകളിലൊക്കെ ഉണ്ടല്ലോ, ആദ്യം ഇങ്ങനെ തല കുനിച്ചിട്ട് ബഹുമാനി, പാടില്ലാത്തതാണ്, കടുത്ത ഹറാമാണത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏറ്റവും ചുരുക്കുന്നത് അത് കടുത്ത ഹറാമാണ്. അതേസമയം അയാളെ അതല്ലെങ്കിൽ അത് ശിർക്കിലേക്ക് എത്തും. ഏറ്റവും ചുരുങ്ങിയത് അത് കടുത്ത ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അൽഹംദുലില്ലാഹ് ഈ സൂറത്തിന്റെ തഫ്സീർ ചുരുങ്ങിയ നിലക്ക് നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ സാലിഹായ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.